വെൽക്കം അഗൈൻ ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ലോങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ എപ്പോഴും ചോദിക്കും എന്താണ് ലോങ് വീഡിയോ ഇടാത്തത് എപ്പോഴും ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാം. സോ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ കറിക്ക് വേണ്ടിയിട്ട് നമ്മളിത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ആക്കുന്നുണ്ട്. പിന്നെ ഉമ്മീൻ്റെ സ്പെഷ്യൽ ഒരു മാമ്പഴ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായി കുറച്ച് ചീര പറിച്ചിട്ട് നമ്മൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. കറിയിലിടാനായിട്ട് 2 തണ്ട് കറിവേപ്പില പോയി പൊട്ടിച്ചിട്ട് ആ സുർമി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുർമി ഒരു 2 തണ്ടിന് പകരം ഒരു കൊമ്പ് തന്നെ ഒടിച്ചിട്ട് വന്നു. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതായിപ്പം ചീരപ്പേരി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതിച്ചോറിലെ മെയിൻ ആയിട്ടാണല്ലോ നമ്മുടെ മുട്ട പൊരിച്ചത്. അങ്ങനെ ഞാൻ മുട്ടയിൽ കുറച്ച് സവാളയും പച്ചമുളകെല്ലാം അരിഞ്ഞിട്ട് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട പൊരിക്കുമ്പോൾ എൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തിരിച്ചിടാം. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഫസ്റ്റ് എമൗണ്ട് ഇതുപോലെ സെറ്റായി കിട്ടുന്നത് അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടത്. അങ്ങനെ നമ്മൾ 4 മുട്ടയും പൊരിച്ച് വെക്കുന്നുണ്ട്. പൊരിച്ചതുപോലെ തന്നെ പൊതിച്ചോറിലെ വേറൊരു മെയിൻ ഐറ്റമാണ് ഈ സംഭവം. ഇതിന് നമ്മുടെ നാട്ടിലെ കൊണ്ടാട്ടമുളക് എന്നാണ് കേട്ടോ പറയുക. അതാണ് നമ്മളിപ്പം വറുത്തെടുക്കുന്നത്. അപ്പോഴേക്കും ഉമ്മയാണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വാപ്പി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഹായ് പറ. അങ്ങനെ കറികളെല്ലാം സൈഡാക്കി നമ്മളിതാ പറമ്പിലോട്ട് ഇറങ്ങിട്ടോ. വാഴയില വെട്ടാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ വാഴയുടെ ദാരിദ്ര്യം നമ്മൾ മനസ്സിലാക്കിയത്. വാഴയിലാണെങ്കിൽ ആകെ കീറി പൊതിച്ചോറ് കെട്ടാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തോരെണ്ണ എത്തിപ്പിടിച്ച് അങ്ങ് പൊട്ടിച്ചു. പക്ഷെ അതാണെങ്കിൽ ആകെ കീറിയിരിക്കുന്നു. അതാണ് എൻ്റെ സൈക്കിൾ, പണ്ടത്തെ ഹെർക്കുലീസ് ആയിരുന്നു. നല്ല മഴക്കാറുണ്ട് വാഴയില പൊതിച്ചോറുണ്ടാക്കാനായിട്ട് വാഴയില എടുക്കാനായിട്ട് അപ്പുറത്ത് വീട്ടിലേക്ക് പോകാം. വാഴലെല്ലാം ക്ലീൻ ചെയ്ത് നമ്മളിതാ വാഴല വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റൗവിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വാട്ടുന്നത്. വേറെ വാട്ടാൻ എനിക്കറിയില്ല കൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉമ്മച്ചിൻ്റെ അടുത്തിട്ട് ഇത് പറഞ്ഞ് ചെന്നാൽ ഉമ്മ നമ്മൾ ഓടിക്കും. അങ്ങനെ നമ്മൾ വാഴലെല്ലാം വാട്ടിക്കഴിഞ്ഞ് നമ്മളിതാ പൊതിച്ചോറ് സെറ്റ് ചെയ്യാൻ പോവാണ്. പൊതിച്ചോറ് കെട്ടാൻ പോകാൻ കേട്ടോ. ഒരു വാഴല എടുത്തത് കുറച്ച് വലുതായോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. വെണ്ടയ്ക്കുപ്പേരി ഉണ്ട്, മുട്ട വറുത്തത്, ചമ്മന്തി, ചീരപ്പേരി, കൊണ്ടാട്ടമുളക് ആൻഡ് ലാസ്റ്റ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ചോറ് ഇലയിലേക്ക് മാറ്റാട്ടോ. പൊതിച്ചോറെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിനി അത് കഴിക്കാം. കാരണം സമയം 2 മണി കഴിയും. നമ്മുടെ പൊതിച്ചോറ് ഞാൻ തുറക്കാണ്. നമ്മൾ എടുത്തത് കുറച്ചധികം വലിയ അരിയായി പോയി ഗൈസ്. നമ്മുടെ പൊതി കുറച്ച് വലുതായി പോയി. പക്ഷെ തുറക്കുമ്പോ ഒരു സ്മെല്ല്. നമ്മുടെ പൊതിച്ചോറ് ഇതാണ്. ഞാനും സുർമ്മയും കൂടി ഒരു പൊതിച്ചോറിലാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കുറച്ച് ചീരുപ്പേരിയും കുറച്ച് ചമ്മന്തിയൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഒരു കഷ്ണം കൊണ്ടാട്ടമുളകും വെച്ചിട്ട് 2 മുളക് ഇട്ടിട്ട് ഒന്നും പറയാനില്ല. മുട്ട വറുത്തെടുക്കാം. ഒരു വണ്ടി സൂപ്പറായിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പൊതിച്ചോറൊക്കെ നമ്മൾ കഴിച്ചിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമൻസിലൂടെ എല്ലാം അറിയിക്കാം കേട്ടോ. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.